തിരുവനന്തപുരം വർക്കല പാപനാശത്ത് വിനോദസഞ്ചാരിയായ തമിഴ്നാട് സ്വദേശിയെ നേരെ ആക്രമണം. തഞ്ചാവൂർ സ്വദേശി സുദർശന് കത്തിക്കുത്തിൽ പരിക്കേറ്റു. സംഭവത്തിൽ 2 പേർ പിടിയിലായി. കുരക്കണ്ണി സ്വദേശി മുഹമ്മദ് അലിയും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ സൗത്ത് ക്ലിഫ് നടപ്പാതയിലാണ് സംഭവം. ആക്രമണം നടത്തിയ 3 അംഗ സംഘത്തിൽപ്പെട്ട 2 പേരെ ടൂറിസം പോലീസും വർക്കല പോലീസും ചേർന്ന് പിടികൂടി. തഞ്ചാവൂരിൽ നിന്ന് 14 സുഹൃത്തുക്കൾക്കൊപ്പമാണ് സുദർശനൻ ഇന്നലെ രാവിലെ വർക്കലയിലെത്തിയത്. നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നതിനിടെ സുഹൃത്തുക്കളായ സതീശനും കുമുദനും ഒപ്പം സൗത്ത് ക്ലിഫ് നടപ്പാതയിലൂടെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ട് കേട്ട് നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. വിവരങ്ങളുമായി അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ ബ്ലൂടൂത്തിലെ പാട്ട് അത് തങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നാട്ടുകാരായിട്ടുള്ള യുവാക്കൾ ഇവർക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് യഥാർത്ഥ കാരണമായി പറയപ്പെടുന്നത്? പാപനാശത്തിന് സമീപമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെയേറെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഈ സംഭവത്തിൽ പ്രതിയായിരിക്കുന്ന 3 പേരിൽ 2 പേർ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളാണ്. അതായത് 18 വയസ്സിന് താഴെയുള്ളവരാണ് ഈ കൃത്യത്തിൽ പങ്കെടുക്കുന്നതിൽ 2 പേർ. അതിലൊരാളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയുള്ളത്. 18 വയസ്സുകാരനായ മുഹമ്മദ് അലി പിടിയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത ഒരാൾ പിടിയിലായിട്ടുണ്ട്. മറ്റൊരാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാളെക്കുറിച്ചും ഇയാളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് അന്വേഷണം പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറയുന്നത് രാത്രി 11 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഉച്ചത്തിൽ പാട്ട് വെച്ച് നടന്നു വരികയായിരുന്നു ഈ കുത്തേറ്റ ആള്. അദ്ദേഹത്തിന്റെ കൂടെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇവർ 14 പേരാണ് ഇവർ തമിഴ്നാട്ടിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി വർക്കലയിലെത്തിയത്. ഈ സമയമാണ് ഈ ഒരു സംഘർഷം, ചെറിയ രീതിയിൽ ആദ്യം തുടങ്ങിയ സംഘർഷം വളരെ വലുതാവുകയും ഇത്തരത്തിൽ കത്തിക്കുത്തിലേക്ക് പോവുകയും ചെയ്തത്. ഇതിലേറെ പോലീസിന് തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ 11 മണിക്ക് ഈ കുട്ടികൾ ഈ മാരകായുധവുമായി എന്തിന് ഈ വിനോദസഞ്ചാര മേഖലയിൽ എത്തി എന്നുള്ളതിന് പോലീസിന് ആശയക്കുഴപ്പമുണ്ട്. ഇതിനെ സംബന്ധിച്ച് പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷിക്കുന്നുമുണ്ട്. മാത്രമല്ല, ഇതിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളാണ്, അതിലുള്ളൊരു കുട്ടിയാണ് ഈ കത്തി ഓൺലൈനിൽ നിന്ന് വാങ്ങിയതെന്ന വിവരവും പോലീസ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് തന്നെ വളരെ കൃത്യമായ ഒരു അന്വേഷണം പോലീസ് നടത്തും. എന്തായാലും ഈ വിനോദസഞ്ചാര മേഖലയിൽ ഇപ്പോൾ എത്തുന്ന ഈ ആഭ്യന്തര ടൂറിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ഫോറിനേഴ്സിനും സുരക്ഷയൊരുക്കുന്നതിലുള്ള വീഴ്ച തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ തന്നെ വാർത്ത ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ക്യാമറകൾ അവിടെ ഉണ്ടായിരുന്നു. ആ ക്യാമറകൾ പല പോലീസിന്റെ ക്യാമറകൾ ഒന്നും തന്നെ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വെളിച്ചത്തിന്റെ കുറവുണ്ട്. ഈ ഭാഗങ്ങളിൽ രാത്രി വളരെ 100 കണക്കിന് പേരാണ് ഈ രാത്രികാലങ്ങളിൽ ഈ തീരത്ത് എത്തുന്നത്. ഇവർക്ക് എത്തുന്നവർക്കുള്ള യാതൊരു സുരക്ഷാ സംവിധാനവും ഇടയില്ല. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ നടന്ന സംഭവം. എന്തായാലും ഈ കൃത്യത്തിൽ പങ്കെടുത്തതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എന്നുള്ളതും അതുപോലെ തന്നെ 11 മണിക്ക് ഇവിടെ മരകായുധവുമായി ഈ മേഖലയിൽ എന്തിനെത്തി എന്നുള്ളതിനെ കുറിച്ചുമാണ് പോലീസ് ഇപ്പോൾ വളരെ വിശദമായി തന്നെ അന്വേഷിക്കുന്നത്. മാത്രമല്ല, ഈ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ അദ്ദേഹം ചികിത്സയിലുള്ളത്. അങ്ങനെ നമുക്കറിയാം, ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പലപ്പോഴും അക്രമ സംഭവങ്ങൾ ഇപ്പോൾ തുടർക്കഥയാകുന്നുണ്ട്. പ്രത്യേകിച്ചും വർക്കല, പാപനാശം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഈ ലഹരി സംഘങ്ങളാണോ പലപ്പോഴും ഇതുപോലുള്ള സ്ഥലങ്ങൾ രാത്രി സമയങ്ങളിലൊക്കെ നിയന്ത്രിക്കുന്നത്? അഭിലാഷ്, തീർച്ചയായിട്ടും ആ രീതിയിലുള്ള സംശയം തന്നെയാണ് പോലീസിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഉള്ളത്. പകൽ സമയങ്ങളിൽ ഉൾപ്പെടെ ഇവിടെ ഈ തീരദേശ മേഖലയിൽ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ലഹരി ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അതിനെ കാര്യക്ഷമമായി ഇത് തടയുന്നതിനോ അല്ലെങ്കിൽ ഈ ലഹരി എത്തിക്കുന്നവരെ പിടികൂടുന്നതിനോ അത്തരത്തിലുള്ള യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. തൂഫാൻ ഉൾപ്പെടെ ഉള്ള ഓരോ നടപ്പിലാക്കുമ്പോഴും ഈ തീരദേശ മേഖലയിൽ കൃത്യമായ ഒരു പരിശോധനയോ പ്രതികളെ പിടികൂടുന്നതിലേക്കുള്ള സാഹചര്യം അങ്ങനെ ആ രീതിയിലൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഈ കുട്ടികൾ ഇവിടെ എത്തിയതിന് പിന്നിലും ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ തന്നെയാണോ ഇതിന് പിന്നിലുള്ളതെന്ന് ആണ് പോലീസ് സംശയിക്കുന്നത്. അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണവും നടക്കുന്നത്. കാരണം ഈ ഭാഗത്ത് നിരവധി വിനോദസഞ്ചാരികളാണ് എത്താറുള്ളത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ തുടർച്ചയായതുകൊണ്ടും അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലുള്ള പരാധീനതകൾ കൊണ്ടും വർക്കലയിൽ ഇപ്പോൾ ഫോറിനേഴ്സിന്റെ സാന്നിധ്യം വളരെ കുറവാണ്. ആഭ്യന്തര ടൂറിസ്റ്റുകളാണ്, അതായത് ബാംഗ്ലൂർ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ തീരദേശത്ത് കൂടുതലായി ഉള്ളത് വർക്കലയിൽ.
ഇവർ തമ്മിൽ തന്നെയും മദ്യപിച്ച് രാത്രികാലങ്ങളിൽ പ്രശ്നങ്ങൾ പരസ്പരം അടിപിടിയും അക്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ചെറിയ ചെറിയ സംഭവങ്ങൾ പോലീസ് പോലും അറിയാതെ തന്നെ കഴിയുന്ന ഇതുമുണ്ട്. മിക്കവാറും പ്രദേശത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരും കച്ചവടക്കാരും ഒക്കെയാണ് ഈ അക്രമ സംഭവങ്ങൾ പലപ്പോഴും ഒഴിവാക്കി വിടുന്നത്. ഇത്തരത്തിൽ തന്നെയാണ് ഇന്നലെയും സംഭവിച്ചത്. ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ട് വെച്ച് നടന്നു വന്നപ്പോൾ ശബ്ദം കൂടിപ്പോയി എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആദ്യം ഒരു തർക്കം ഉടലെടുത്തത്. അതാണ് ഇത്തരത്തിൽ കത്തിക്കുത്തിൽ കലാശിച്ചത്. നിസ്സാര പ്രശ്നങ്ങളാണ് പലപ്പോഴും ഇത്തരം അക്രമ സംഭവങ്ങളിൽ കലാശിക്കുന്നത്. പ്രത്യേകിച്ചും വർക്കലയിൽ സമീപത്തെ വിനോദസഞ്ചാര മേഖലകളിലൊക്കെ അവിടുത്തെ സഞ്ചാരികൾക്ക് നേരെ ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നുണ്ട്. അവിടെ തന്നെ ആ നാട്ടുകാർ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അവർ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഈ വിനോദസഞ്ചാരികൾ എത്തിയാലേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാവുകയുള്ളൂ, തൊഴിൽ സാധ്യതകൾ, മറ്റു കച്ചവട സാധ്യതകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കവിടെ സുഗമമായി വന്നു പോകാൻ, സുരക്ഷിതമായി വന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്തം ആ നാട്ടുകാർക്ക് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.